ഇതും പറഞ്ഞ് അവസാനിപ്പിച്ച എൻ്റെ മനസ്സിൽ ചില നല്ല ലക്ഷ്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്ന അനുഭൂതിയാണ് കേരള ബ്ലാസ്റ്റ്. ഇക്കഴിഞ്ഞ 11 വർഷമായിട്ടും ടീമിൻ്റെ വിജയ പരാജയങ്ങളെല്ലാം കൂടെ നിന്ന് വായ തോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അതിരാവിലെ 7 o'clock എണീച്ച് ഫ്രഷായി ആദ്യമായിട്ട് ഫുഡ് കഴിക്കും. അതിനുശേഷം നന്നായിട്ട് വർക്കൗട്ട്. ഇങ്ങനെയായിരുന്നു കുറച്ച് ദിവസം പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വ്യൂവേഴ്സിൽ സാരമായിട്ടുള്ള കുറവുകൾ ഉണ്ടാവുന്നുള്ള കാര്യം ഞാൻ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. വ്യൂസ് ഇല്ലെങ്കിൽ പോലും ഞാൻ എന്നെ തൃപ്തിപ്പെടുത്തുന്ന കണ്ടന്റുകൾ ചെയ്യാൻ ആഗ്രഹിച്ചു. സ്പോർട്സ് കഴിഞ്ഞാൽ എൻ്റെ മറ്റൊരു ഹോബിയായിരുന്നു ട്രാവലിംഗ്. ഈ ട്രാവലിംഗ് ഒരു കണ്ടന്റാക്കി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഫുട്ബോൾ ഒരു വികാരം കയറി ഞാൻ അതിൽ തുടർന്നു. ഇനി ISL ഇല്ല എന്നറിഞ്ഞാലും ഇനി എന്തെങ്കിലും ഉത്തരവും ഞാൻ കണ്ടെത്തി. പക്ഷേ പതിയെ ഞാൻ ലക്ഷ്യങ്ങളെല്ലാം മറന്നു തുടങ്ങി. പക്ഷേ ചില നല്ല കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസമാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ISL-ന് മുമ്പ് സൂപ്പർ കപ്പ് നടത്താൻ ധാരണ ക്ലബ്ബുകളുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിയ ചർച്ചയിലാണ് ധാരണ ഉണ്ടായിരുന്നത്. ജോബി ജോർജുണ്ട്. ഈ ഒരു വാർത്ത ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. ഞാൻ പതിയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം 4 ആൾ കൂടുന്നിടത്ത് എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചു തന്ന ഒരു ഉപാധിയാണ് ഈ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് ഞാൻ പതിയെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു കൈത്താങ്ങായി എൻ്റെ കൂടെ കൂടിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ അകലം പോലെ, ഒരു ഫാമിലിയെ പോലെ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകൾ. അറിഞ്ഞു അറിയാതെയും നിങ്ങളാണ് ഈ ചാനലിന് ഭാവി നിർണ്ണയിച്ചത്.